നമസ്കാരം. നിഴൽ ഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്ന ഗ്രഹങ്ങളാണ് കേതുവും രാഹുവും. ഈ ഗ്രഹങ്ങൾ അതിനാൽ നക്ഷത്രം മാറുകയാണ് എങ്കിൽ അല്ലെങ്കിൽ രാശിയാണ് മാറുന്നത് എങ്കിൽ ആ നക്ഷത്രത്തിൽ രാശിയിൽ 18 ദിവസത്തോളം നിലനിൽക്കും. ഇത് ഓരോ നക്ഷത്രക്കാർക്കും രാശിക്കാർക്കും വ്യത്യസ്തമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിന് കാരണമായി തീരും. എന്നാൽ കേതു നിലവിൽ പൂരം നക്ഷത്രത്തിലാണ് ഉള്ളത്. കേതുവും പൂരം നക്ഷത്രത്തിൽ ആയതിനാൽ തന്നെ ചില രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന് തന്നെ പരാമർശിക്കാം. ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ധനു രാശിയാകുന്നു. ധനു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. വേഗത്തിൽ തന്നെ കാര്യങ്ങൾ തീർപ്പാക്കുവാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികപരമായ ബാധ്യതകൾ ഉണ്ട് എങ്കിൽ, ധനപരമായ പ്രയാസങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് തീർപ്പാക്കുവാൻ പരിഹാരം കണ്ടെത്തുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയം. ഈ സമയം നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ വിജയം കാണും. ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ അത് നാട്ടിലാണ് എങ്കിലും വിദേശത്താണ് എങ്കിലും നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കണം എന്നില്ല. പരിശ്രമിക്കുകയാണ് എങ്കിൽ ആ കാര്യം നടക്കും എന്ന് തന്നെ പരാമർശിക്കാം. നല്ല അവസരങ്ങളാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളെ തേടിയെത്തുക. അത് ബിസിനസ് പരമാകാം, തൊഴിൽപരമാകാം, വിദ്യയുമായി ബന്ധപ്പെട്ടാകാം. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകൂലമാകുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ വീക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. സാമ്പത്തികപരമായ പുരോഗതിയാണ് നിങ്ങൾക്ക് വേണ്ടത്. അത് തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. പ്രണയം, വിവാഹം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. തടസ്സങ്ങളുണ്ട് എങ്കിൽ പോലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ബന്ധുക്കൾ, സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ, നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുക, പിന്തുണ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. കുടുംബത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. കുടുംബത്തിൽ നിന്നും നിങ്ങൾക്ക് പിന്തുണ വർദ്ധിക്കുന്നതായ സാഹചര്യവുമുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെ വന്നു ചേരും. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയങ്ങൾ അത് കരസ്ഥമാക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കാര്യവിജയങ്ങൾ വന്നു ചേരും. കാര്യ തടസ്സങ്ങളെ തരണം ചെയ്ത് കാര്യവിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ പരാമർശിക്കാം. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാകുന്നു. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലി നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ജോലിക്കായുള്ള ശ്രമങ്ങൾ നടത്തുന്നവരാണ് എങ്കിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതായ സമയം. പുതിയ ജോലി നിങ്ങൾക്ക് വന്നു ചേരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മാനസികപരമായ സംതൃപ്തി നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമുണ്ടാകും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യം. ഈ രാശിക്കാരെ തേടി കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കും. കുടുംബത്തിൽ മംഗളകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്നതായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുകയോ മക്കൾക്ക് ഉയർച്ചയോ അല്ലെങ്കിൽ അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയോ ചെയ്യാം. ബിസിനസ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങളുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ ലാഭം പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. ഏറ്റെടുത്തതായ കാര്യങ്ങൾ, പദ്ധതികൾ അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിച്ച്
അല്ലെങ്കിൽ നിങ്ങളായി തന്നെ സ്വയം ഏറ്റെടുത്തതായ ആ കാര്യങ്ങൾ മംഗളകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുകയോ സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയോ ചെയ്യാവുന്നതാണ്. വിദേശത്തേക്ക് പോകുന്നവരാണ് എങ്കിൽ ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെയധികം ശോഭിക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഇത്. ജോലിയുമായി ബന്ധപ്പെട്ട് നേരിട്ടിരുന്നതായ പല പ്രശ്നങ്ങളും പരിഹരിച്ച് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ധനപരമായ ലാഭം നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതായ പ്രശ്നങ്ങളെ ഫലപ്രദമായി തന്നെ തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം പ്രധാനമായും സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പിന്തുണ ലഭിക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ വിനിയോഗിക്കുവാൻ ശ്രമിക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കുംഭം രാശിയാകുന്നു. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും നിറയുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. പല വിധത്തിലുള്ള തർക്കങ്ങളുണ്ട് എങ്കിൽ പോലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ജീവിതത്തിൽ ആഗ്രഹിച്ചതായ കാര്യങ്ങൾ പലതുണ്ട്, എന്നാൽ അത് നേടിയെടുക്കുവാൻ സാധിക്കുന്നില്ല എന്നത് വാസ്തവമായ കാര്യമാകുന്നു. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് തന്നെ പരാമർശിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ കടന്ന് വരാവുന്നതുമാണ്. പല ആവശ്യങ്ങൾക്കായി പല ദിശകളിലേക്ക് അല്ലെങ്കിൽ പല ദേശങ്ങളിലേക്ക് യാത്രകൾ ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അത് നിങ്ങൾക്ക് അനുകൂലമായ യാത്രകളായി മാറാം. എന്നാൽ ശ്രദ്ധയോടെ തന്നെ തീരുമാനങ്ങൾ എടുത്ത് യാത്രയ്ക്കായി ഒരുങ്ങുക. അതല്ല എങ്കിൽ തിരിച്ചടികൾ നേരിടാം. കൂടാതെ ഈ സമയം വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. മാതാപിതാക്കളിൽ നിന്നും പിന്തുണ ലഭിക്കുക, സുഹൃത്തുക്കൾ ബന്ധുക്കളിൽ നിന്നും പിന്തുണ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, സന്താനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സമ്മാനങ്ങൾ ലഭിക്കുക, അല്ലെങ്കിൽ സന്താനങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടതായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. സ്നേഹിക്കുന്നവർക്ക് പലവിധ സഹായങ്ങൾ ചെയ്തു നൽകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. സാമ്പത്തികപരമായി നേരിട്ടിരുന്നതായ ചില പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. പല നേട്ടങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമാണ് ഉള്ളത്. നല്ല ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്കുണ്ട്. മാനസിക ആരോഗ്യം നിങ്ങൾക്ക് വർദ്ധിക്കുന്നതായ സാഹചര്യം വന്നു ചേരും. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. ധനപരവും അല്ലാതെയും നേട്ടങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയം. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം മുന്നോട്ട് പോവുക. വന്നു ചേരുന്നതായ അവസരങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ വന്നു ചേരുന്നതാണ് എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്.